രാഷ്ട്രീയത്തിലേക്ക് വന്നതിൻ്റെ പിറ്റേ ദിവസം തന്നെ നൂറാംകിട രാഷ്ട്രീയത്തിന് സമയം മാറ്റിവെച്ച ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ പതനം. നല്ല രാഷ്ട്രീയക്കാർ മുഴുവൻ അത് ആഘോഷിക്കുകയാണ്. അരവിന്ദ് കെജ്രിവാൾ ദില്ലിയിൽ അധികാരത്തിലെത്തുമ്പോൾ അപ്പോഴേക്കും 15 വർഷം തുടർച്ചയായി ഭരിച്ചിരുന്ന കോൺഗ്രസിന്റെ സീറ്റുകൾ 0 ഉറപ്പാണ് കോൺഗ്രസ് വോട്ടുകൾ മാത്രമാണ് ആം ആദ്മിക്ക് കിട്ടിയത്. ഇന്നലെ വരെ ഇല്ലാതിരുന്ന ഒരു പാർട്ടി ഇന്ന് പിടിച്ച വോട്ടുകൾ മറ്റാരുടേതെങ്കിലും ആയിരിക്കും. അതുകൊണ്ട് തന്നെ രാജ്യത്തുടനീളം കോൺഗ്രസ് വോട്ടുകൾ മാത്രം ലക്ഷ്യം വെച്ച് രാഷ്ട്രീയ പണി തുടങ്ങിയ കെജ്രിവാൾ വർഗീയ ഫാസിസത്തിന് പകരം മതേതരത്വത്തെ തകർക്കാനാണ് ആദ്യം തന്നെ നോക്കിയത്. അതിനുവേണ്ടി ഭരണത്തെ ഉപയോഗിച്ച് കട്ടുമുടിച്ചു. അതിൻ്റെ തിക്തഫലം ഇന്നനുഭവിക്കുന്ന കെജ്രിവാളും AAPയും. അത് നമ്മൾ പറയുന്നതല്ല. കെജ്രിവാളിനെ പോലെ തന്നെ AAP രൂപീകരിക്കുമ്പോൾ മുന്നിൽ നിന്നുണ്ടായിരുന്ന ഒരു വ്യക്തിയുണ്ട്, സുപ്രീം കോടതി അഭിഭാഷകൻ പ്രശാന്ത് ഭൂഷൺ. കടുത്ത BJP വിരുദ്ധനാണ് അദ്ദേഹം. കെജ്രിവാൾ അദ്ദേഹത്തെ സൈഡാക്കിയിട്ടാണ് പിന്നീട് രാഷ്ട്രീയം കളിച്ചത്. ആ പ്രശാന്ത് ഭൂഷണിന്റെ വെളിപ്പെടുത്തൽ നമുക്കൊന്ന് പരിശോധിക്കാം. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടി തോൽവി ഏറ്റുവാങ്ങിയതിന് പിന്നാലെ അരവിന്ദ് കെജ്രിവാളിനെ അതിരൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചുകൊണ്ടാണ് AAPയുടെ സഹസ്ഥാപകനും അഭിഭാഷകനുമായ പ്രശാന്ത് ഭൂഷൺ രംഗത്തെത്തിയത്. പരാജയത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം കെജ്രിവാളിന് മാത്രമെന്നാണ് പ്രശാന്ത് ഭൂഷൺ വെളിപ്പെടുത്തിയിരിക്കുന്നത്. നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾക്ക് ബദലായ ജനാധിപത്യപരവും സുതാര്യവുമായ ഒരാശയവുമായി രൂപീകൃതമായ പാർട്ടിയായിരുന്നു ആം ആദ്മി പാർട്ടി. എന്നാൽ പാർട്ടിയുടെ സ്വഭാവവും ലക്ഷ്യവും കെജ്രിവാൾ അട്ടിമറിച്ചിരിക്കുന്നു. ആം ആദ്മി പാർട്ടിയെ കെജ്രിവാൾ സുതാര്യതയില്ലാത്തതും അഴിമതിപൂർണമായതും ഏകാധിപത്യ സ്വഭാവമുള്ളതുമാക്കി മാറ്റിയെന്നും പ്രശാന്ത് ഭൂഷൺ തുറന്നടിച്ചു. കെജ്രിവാൾ 45 കോടി രൂപ മുടക്കി വസതിയൊരുക്കി. യാത്രകൾ ആഡംബര കാറുകളിലേക്ക് മാറ്റുകയും ചെയ്തു. ആം ആദ്മി പാർട്ടി രൂപീകരിച്ചപ്പോൾ പാർട്ടിയുടെ പ്രവർത്തന രേഖയായി തയ്യാറാക്കിയ നയ റിപ്പോർട്ട് ചവറ്റുകുട്ടയിൽ എറിയുകയും സാഹചര്യത്തിനനുസരിച്ചുള്ള നയങ്ങൾ സ്വീകരിക്കുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തുവെന്നും പ്രശാന്ത് ഭൂഷൺ പറയുന്നു. തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിൽ BJPയുടെ മുഖ്യ വെല്ലുവിളി ശീഷ് മഹൽ പ്രയോഗമായിരുന്നു. ഇത് പ്രതിരോധിക്കാൻ ആം ആദ്മിക്കായില്ല. കുപ്രചരണങ്ങളിലൂടെ രാഷ്ട്രീയം മുന്നോട്ട് കൊണ്ടുപോകാമെന്നാണ് കെജ്രിവാൾ ധരിച്ചത്. ഇത് AAPയുടെ അവസാനത്തിന്റെ ആരംഭമായിരുന്നുവെന്നും പ്രശാന്ത് ഭൂഷൺ തുറന്നടിച്ചു. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത തോൽവി ഏറ്റുവാങ്ങിയതിന് പിന്നാലെ നിരവധി നേതാക്കളാണ് അരവിന്ദ് കെജ്രിവാളിനെതിരെ വിമർശനം കൊണ്ട് വരുന്നത്. അത് തന്നെ കെജ്രിവാൾ എന്ന രാഷ്ട്രീയ അഹങ്കാരിയുടെ പടിയിറക്കമാണ് സൂചിപ്പിക്കുന്നത്. എങ്ങനെയെങ്കിലും രാജ്യത്ത് അധികാരം സ്ഥാപിച്ചെടുക്കാൻ മതേതര ശക്തികളെ തകർത്ത് വർഗീയ ശക്തികൾക്ക് ഗുണപരമാകും വിധം പ്രവർത്തിച്ച് അധികാര കസേരയ്ക്ക് വേണ്ടി കൂടെ നിൽക്കുന്നവന്റെ പോലും കുതികാൽ വെട്ടിയ രാഷ്ട്രീയ നപുംസകം ലക്ഷ്യം വെച്ചതും നശിപ്പിക്കാൻ തീരുമാനിച്ചതും കോൺഗ്രസിനെയായിരുന്നു. പക്ഷേ ഒരു ദൈവനിയോഗം പോലെ അത്തരം രാഷ്ട്രീയക്കാരൻ ഈ മതേതര മണ്ണിൽ നിലനിൽപ്പില്ല എന്ന് തിരിച്ചറിഞ്ഞ തെരഞ്ഞെടുപ്പ് കൂടിയായിരുന്നു ദില്ലി നിയമസഭാ തെരഞ്ഞെടുപ്പ്. കെജ്രിവാൾ തെറ്റിദ്ധരിപ്പിച്ച് നേടിയ മതേതര വോട്ടുകൾ കോൺഗ്രസിലേക്ക് തന്നെ തിരിച്ചു വരുമെന്നതിന്റെ സൂചനയും പ്രശാന്ത് ഭൂഷൺ നൽകുകയാണ്. മലീമസമായിരിക്കുന്ന ഇന്ത്യൻ രാഷ്ട്രീയം ഇത്തരം രാഷ്ട്രീയ നപുംസകങ്ങളുടെ പതനത്തോടുകൂടി തന്നെ ശുദ്ധീകരിക്കപ്പെടുകയാണ്. ഇനി ഇന്ത്യയിൽ 2 തരം രാഷ്ട്രീയം മാത്രമാണ്, മതേതര ചേരിയും വർഗീയ ചേരിയും. ലോകത്തിലെ ഏറ്റവും വലിയ മതേതര രാജ്യത്തിന്റെ അവസാന വിജയം മതേതര ചേരി വിജയിച്ചുകൊണ്ട് തന്നെയായിരിക്കും എന്നത് തീർച്ചയാണ്.